ഈ കലോത്സവ വേദിയിൽ, സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് പണ്ട് സ്കൂൾ കലോത്സവങ്ങളിൽ, യുവജനോത്സവങ്ങളിലൊക്കെ പങ്കെടുത്ത് സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ ചില പ്രതിഭകളാണ്. പ്രത്യേകിച്ച് മിമിക്രി, നമുക്കെല്ലാവർക്കും അറിയാം, അനുകരണ കല. അത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഒരാളെ അനുകരിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു മേഖലയിൽ കഴിവ് തെളിയിച്ച പ്രതിഭാധനരായിട്ടുള്ള ചിലരാണ് ഇപ്പോൾ എന്നോടൊപ്പം ഇവിടെയുള്ളത്. ഞാൻ അവരെ പരിചയപ്പെടുത്താം. ആദ്യമായിട്ട് ശ്രീ കൃഷ്ണകുമാർ. അദ്ദേഹം ഒലീവിയ എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ CMD ആണ്. അദ്ദേഹം പണ്ട് സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. മിമിക്രി കലാകാരന്മാരുടെ ഒരു സംഘടനയുണ്ട്, ആ സംഘടനയുടെ സാരഥികളിൽ ഒരാൾ കൂടിയാണ്. അപ്പോൾ ഞാൻ ആദ്യം കൃഷ്ണകുമാറിൽ നിന്ന് തുടങ്ങാം. മറ്റ് എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ഈ മുഖങ്ങളൊക്കെ പരിചിതമായിരിക്കാം. കലാഭവൻ സതീഷ് ഉണ്ട്. സതീഷിനെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അദ്ദേഹം ഏത് വേദിയും അടിച്ചു പൊളിക്കുന്ന ആളാണ്, പ്രേക്ഷകരെ മൊത്തം കയ്യിലെടുക്കുന്ന ആളാണ്. മറ്റൊരാളാണ് നമ്മുടെ ഷിബു മച്ചാട്. ഷിബു മച്ചാടിനെ സ്വാഗതം ചെയ്യുന്നു. ഇത് ഒരാൾ എൻ്റെ തൊട്ട് പിറകെ നിൽപ്പുണ്ട്, പ്രതിജ്ഞൻ അല്ലേ, പേര് തന്നെ വളരെ സവിശേഷമാണ്, പ്രതിജ്ഞൻ. അപ്പോൾ ഞാൻ ശ്രീ കൃഷ്ണകുമാറിൽ നിന്ന് തുടങ്ങിയാണ്. പഴയ സ്കൂൾ കലോത്സവ വേദി അല്ലേ, ഇപ്പോൾ ഇവിടെ തൃശ്ശൂരുകാരൻ തന്നെയാണ്. ഇതുവഴിയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ പഴയ ഓർമ്മകൾ ഇങ്ങനെ ഓടിയെത്തുമല്ലോ അല്ലേ. താങ്കൾ ഏറ്റവും ആകർഷിക്കുന്ന ഓർമ്മ ഏതാ? യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷണം എന്ന് പറഞ്ഞാൽ മിമിക്രി ആൻഡ് മോണാക്ട് വേദിയാണ്. ആ മിമിക്രി ആൻഡ് മോണാക്ട് വേദിയിൽ പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ചിരിയോട് കൂടിയാണ് അവിടെ വന്നിരിക്കുക. കാരണം എന്തെങ്കിലും ചിരിക്കാനൊരു കണ്ടന്റ് ഉണ്ടാവും എന്നാണ് എല്ലാവരിലും പ്രതീക്ഷ ഉണ്ടാവും. പിന്നെ ഓരോ ആളുകളെ ഇമിറ്റേറ്റ് ചെയ്യണം, പല വസ്തുക്കളുടെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യണം. മാത്രമല്ല ഈ മോണാക്റ്റിലും മിമിക്രിയിലൊക്കെ ഒരു സറ്റയർ ഉണ്ടായിരിക്കും. ആനുകാലിക പ്രസക്തിയുള്ള ചില കാര്യങ്ങളെ പഴയ കാലത്ത് ഓട്ടംതുള്ളലും ചാക്യാർകൂടത്തുള്ളലും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു വിമർശനം കൂടെ അതിലേക്ക് വരാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓഡിയൻസിന് വലിയൊരു ഉൾക്കാഴ്ചയും അതുപോലെ പബ്ലിക്കിനും അതെ, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ എന്ന് തമാശ രൂപേണ അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് ഈ മിമിക്രി മോണാക്ട് സ്റ്റേജിൽ. അപ്പം അന്ന് മുതലേ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഇൻസ്പിറേഷൻ തന്നെ അതാണ്. കുറേ ആളുകൾ ചിരിക്കണു, അപ്പം എനിക്ക് കുറേ പേരെ ചിരിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ അങ്ങനെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിലായ പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ ഒരു കല്യാണം ഉണ്ടാവുന്ന പ്രതീതിയില്ല. കല്യാണത്തിന് തലേദിവസം ഉണ്ടാവുന്ന ആ ഒരു ആഘോഷം, കൂട്ടുകാരൊക്കെ കാണുന്നു. പിന്നെ ആ മത്സരത്തിന് എപ്പോഴും ഒരു പരിശുദ്ധി ഉണ്ട്. എന്താ പറയുക, സ്നേഹത്തോടുള്ള മത്സരങ്ങളാണ് അവിടെ നടക്കുന്നത്. അന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ മിമിക്രി വേദികളിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഓഡിയൻസിന് വെയിറ്റിംഗ് ആയിരിക്കും. അടുത്ത ആൾക്കാർ ഒരു മിനിമം ഒരു 500 മുതൽ 1000 പേരെങ്കിലും ഉണ്ടാവും. സാധാരണ കലോത്സവ വേദികളിൽ ഏറ്റവും കൂടുതൽ ഈ പ്രേക്ഷക പങ്കാളിത്തമുള്ള ഒരു സ്ഥലം മിമിക്രി മോണോആക്ട് ആണ് അല്ലേ, വേദികൾ. അതെ, അവിടെ ഇങ്ങനെ ഇത്രയും പേരിങ്ങനെ വെയിറ്റിംഗ് ആയിരിക്കും, മോണോആക്ട് ആയാലും മിമിക്രി ആയാലും. അതുപോലെയാണ് ഈ പറഞ്ഞ നാടകമാണെങ്കിലും അങ്ങനത്തെ വേദിയിൽ അത് പാടുള്ളൂ. അപ്പോൾ അങ്ങനെയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന കാലങ്ങളായിട്ട്. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു, കോളേജിലെത്തിയപ്പോൾ ഇൻ്റർ സോണിലും സൗത്ത് സോണിലൊക്കെ പോയപ്പോഴൊക്കെ ഉണ്ടായിരുന്നത്. പിന്നീട് ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് മുറികളിലേക്ക് ഇത് ഒതുങ്ങിപ്പോയി എന്നുള്ള മത്സരമൊക്കെ. അതെ, ചെസ് നമ്പറിന് അല്ല, സ്റ്റേജ് നമ്പർ 1 റൂം നമ്പർ 1 എന്നൊക്കെ രീതിയിൽ മാറി. അവിടെ സ്പേസ് വേണ്ടേ അല്ലേ? സ്പേസ് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ പലയിടത്തുമൊക്കെ ഇങ്ങനെ കുറേ അപാകതകളുണ്ട്. അപ്പം ആ അപാകതകളിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു മഹത്വം എന്ന് പറഞ്ഞാൽ ഈ കലയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാംസ്കാരിക പൈതൃകം കൈമാറുന്ന സ്ഥലം ഇവിടെ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. യൂത്ത് ഫെസ്റ്റിലൂടെയാണ് ശരിക്കും നമ്മുടെ ഈ പൈതൃകങ്ങളും സംസ്കാരവും കൈമാറി അടുത്ത ലെവലിലേക്ക് അടുത്ത്. അപ്പോൾ ഇന്ന് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അവൻ്റെ ചേട്ടൻ്റെയോ ചേച്ചിയുടെയോ കലാരൂപം കാണാൻ വേണ്ടി ഇവിടെ വരുമ്പോൾ ആ കുട്ടിക്ക് ഇൻസ്പിറേഷനാണ്. അപ്പോൾ ഒരു പാട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കലാരൂപം പഠിക്കുമ്പോൾ ആ കുട്ടിയിൽ ഒരു മനുഷ്യത്വം ഉണ്ടാവുന്നു. മനസ്സിലായി, ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൂടിയാണ് കല. അങ്ങനെ കുറേ ഗുണങ്ങളാണ് ഈ ഫീൽഡിലുള്ളത്. കൃഷ്ണകുമാർജിയുടെ മാസ്റ്റർ പീസ് പണ്ട് വേദികളിൽ തകർത്താടിയ സമയത്ത് നമുക്കൊക്കെ കൂടുതലാണ്. ഞാൻ ഇത് പെർഫോം ചെയ്തുകൊണ്ട് ഒരു സന്തോഷമുണ്ട്, യഥാർത്ഥ്യമുണ്ട്. പൂർണ്ണമായും ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല, പക്ഷേ എങ്കിലും മാസ്റ്റർ പീസ് തീർച്ചയായിട്ടും. ഞങ്ങൾ മത്സരിക്കുന്ന സമയത്ത് ആദ്യമൊക്കെ നടന്മാരുടെ സൗണ്ടാണ് പൊതുവേ ഉണ്ടാവുക. പിന്നെ ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാരാരാണോ അവർ, രാഷ്ട്രീയ നേതാക്കൾ, അങ്ങനെ. അപ്പം ഞാൻ കുറച്ച് എത്തിയപ്പോൾ ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഇതിലുള്ള പലരും ഞങ്ങൾ കുറേ സൗണ്ട് ഇമിറ്റേഷൻസിലേക്ക് ഒന്ന് മാറ്റി പിടിച്ച് നോക്കി വേറെ. അങ്ങനെ
ഈ ഒരു ഇത് തൃശ്ശൂർ പൂരപ്പറമ്പാണ്. അപ്പോൾ ഈ പൂരപ്പറമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുക പണ്ട് ഐസ് വെക്കണ ഒരാളുണ്ട് സൈക്കിളിൽ. ആ സൗണ്ട് ഇങ്ങനെ ഇങ്ങനെ അകലേക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും. അതായിരുന്നു ഒരു മാസ്റ്റർ പീസ്. മാത്രമല്ല അത് തൃശ്ശൂരുള്ള കേരളത്തിലെ ഐസുകാരാണെങ്കിൽ ഈ തൃശ്ശൂർ പൂരത്തിന് കോയമ്പത്തൂരിൽ നിന്നൊക്കെ ഐസുകാർ വരും. അവരുടെ ഹോൺ എങ്ങനെ ഇങ്ങനെയായിരിക്കും. ഇതിൻ്റെ വേറെ ടൈപ്പ് ഹോണാണ് നമ്മൾ മീൻകാരന് അങ്ങനത്തെ ആയിരിക്കും. ഇനി ഇത് അറ്റം പൊത്തി പിടിച്ചൊക്കെ അടിക്കും. നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ഐസുകാരൻ വന്നിങ്ങനെ നിൽക്കിട്ട് നമുക്കിത് പിടിച്ചിങ്ങനെ അമർത്താൻ വലിയ ഇഷ്ടം. അപ്പം നമ്മൾ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അമർത്തും. അങ്ങനെ കുറേ ഉത്സവവുമായി ബന്ധപ്പെട്ട വെറൈറ്റി ഡാൻസും ചെയ്തു. ഇതിലുള്ള എല്ലാവരും ഭയങ്കര വെറൈറ്റിക്കാരാണ്. ഈ കലാഭവൻ സതീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എ സ്ട്രെച്ചിൽ 201 സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്ത ആളാണ്. ഷിബു മച്ചാട് എന്ന് പറഞ്ഞ ക്ലാരിറ്റി, സൗണ്ടിൻ്റെ ക്ലാരിറ്റിയിൽ അതിഗംഭീരമാണ്. അദ്ദേഹം ആകാശവാണി ആർട്ടിസ്റ്റാണ്. ഇദ്ദേഹം പ്രതിജ്ഞൻ. ശരിക്കും പറഞ്ഞാൽ മലയാളികൾക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു സൗണ്ട് മജീഷ്യനാണ് ഈ പ്രതിജ്ഞ. എനിക്കിത് പറയാൻ സാധിക്കുന്നത് കറക്റ്റ്. റസൂൽ പൂക്കുട്ടിയാരെ എണീറ്റ് നിന്ന് കൈയടിച്ചിട്ടുള്ളതാണ് ഈ പ്രതിജ്ഞന്റെ പെർഫോമൻസിൽ. അദ്ദേഹം സൺ TV-യിൽ അതുപോലെ വിജയ് TV പോലെ തമിഴ് ചാനലുകളിലും ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. എനിക്കിത് പറയാൻ പറ്റുന്നത് ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ തൃശ്ശൂർ അതിൻ്റെ പ്രസിഡന്റാണ്. അതുപോലെ തന്നെ മാ എന്ന് പറഞ്ഞ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ മെമ്പറുമാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവരുടെയൊക്കെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാനും അതിൻ്റെ ആ സാരഥ്യത്തിലേക്ക് വന്നത്. നമുക്ക് ഇതിലേക്ക് തന്നെ വരാം. ഓക്കെ. ഇവിടെ മിമിക്രി കലാകാരന്മാരുടെ ഒരു സംഗമം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതിൽ ശ്രീ കൃഷ്ണകുമാർ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ കലാഭവൻ സതീഷിലേക്ക് പോവുകയാണ്. സതീഷ്, എന്തായി, എങ്ങനെയുണ്ട് പെർഫോമൻസ് കുട്ടികളുടെ? മിമിക്രി മോണോ ആക്ട് വേദികളിലൊക്കെ പോയോ താങ്കൾ? ഞാൻ TV-യിലൂടെ കാണാൻ പറ്റുള്ളൂ, കുറച്ച് തിരക്ക് കാരണം. എന്നാലും കാണാൻ ശ്രമിച്ചു. അതിഗംഭീരമാണ് യുവതലമുറ മിമിക്രിയിൽ. ഈ പ്രാവശ്യം നിങ്ങളുടെ റിപ്പോർട്ടേഴ്സൊക്കെ പറയണേ സാധാരണഗതിയിൽ കാണുന്ന ആവർത്തന വിരസത ഇല്ല. യങ്സ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. നമ്മുടെ ഏറ്റവും പുതിയ ആൾക്കാരുകളെ അനുകരിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നിത്യം കണ്ടുവരുന്നത് നമ്മളൊക്കെ സ്ഥിരം ചെയ്തിരുന്ന പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ നമുക്കൊരു ഭീഷണി കൂടിയാണെന്ന് തോന്നി. നമുക്ക് പുതിയതൊക്കെ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹവും കൂടി അവർ വരുത്തി തീർത്തുണ്ട്. പുതിയ തലമുറ പിള്ളേര് കയറി മേയും ഉറപ്പായിട്ടും, ഒരു സംശയമില്ല. ഒരു സംശയമില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കേരളത്തിലൊന്നും ഇല്ലാന്ന് തോന്നുന്നല്ലേ? നടക്കുകയാണ് എല്ലാം ഇങ്ങനെ പ്രോഗ്രാം ഉണ്ട്, പുറത്തും അകത്തൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ സീസണാണല്ലോ, അത്യാവശ്യം നന്നായിട്ട് പോകുന്നു. വളരെ സന്തോഷമാണ്. കലാഭവൻ സതീഷിന്റെ പെർഫോമൻസ് കണ്ടവര് കലാഭവൻ സതീഷിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാം അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ജനം TV-യുടെ പ്രേക്ഷകർ കാത്തിരിക്കുകയായിരിക്കും. കലാഭവൻ സതീഷാണ് മുന്നിൽ നിൽക്കുന്നത്. നമുക്ക് പുതിയ താരങ്ങൾ തന്നെയാണ് ഞാനും ചെയ്യാനായിട്ട് ആഗ്രഹിക്കണേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നേരത്തെ പറഞ്ഞ മെയിലാണ്. അപ്പോൾ നമ്മുടെ ജോജു ജോർജ് സാറിൻ്റെ ഏറ്റവും ലാസ്റ്റ് പണി എന്ന സിനിമയിലെ വാറിൻ്റെ ദേവി, അദ്ദേഹത്തിൻ്റെ ശബ്ദം. ഇവിടെ എന്നതൊക്കെയാണ് നടക്കുന്നത് കരിയുക? എന്നാ കൊട്ടേഷനാണെങ്കിൽ നമ്മളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണ്ടേ വേണ്ടേ? സാജി, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇമാതിരി വള്ളിക്ക് പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരരുത്. അറിയാൻ പാടില്ലാത്ത ബിസിനസ്സിൽ നിന്നും പോകുന്നോടാ പന്നെ. ഞാൻ നിന്നോട് അവസാനമായിട്ട് പറയാം, എടാ മോനെ, നിന്നെയും പൊക്കും, നിൻ്റെ കൂടെയുള്ള എല്ലാത്തിനെയും ഞാൻ തട്ടും. ഇത് പറയുന്നതേ ദേവിയാ, വാറിൻ്റെ ദേവി, ഓർത്തോണം നീ. അല്ല, എത്രത്തോളം എഫേർട്ട് ഇടുന്നുണ്ട് ഇതിൽ? ഇത് കാരണം നേരത്തെ പറഞ്ഞ പോലെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കണം അല്ലേ? അതിനുശേഷം നിങ്ങൾക്ക് കൃത്യമായിട്ട് അവരിലേക്ക് ഇഴുകിച്ചേരാൻ പറ്റുകയുള്ളൂ, അവരെ അടുത്ത് അറിയാൻ പറ്റുകയുള്ളൂ അല്ലേ? അപ്പോൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നുണ്ട്? ഇതൊരു ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഇപ്പോൾ നേരത്തെ കൃഷ്ണകുമാർജി ചെയ്യുമ്പോൾ നമ്മൾ അതിശയിക്കുകയാണ്, ഇതെങ്ങനെ വരുന്നു. പ്രതിജ്ഞൻ ഇനി അടുത്ത് ചെയ്യാൻ പോകുമ്പോൾ നമ്മളെല്ലാവരും അതിശയിക്കും. അതുപോലെ ഇത് ദൈവം തന്നാണ്. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, പിന്നെ ഒബ്സർവ് ചെയ്യുക, ഏറ്റവും നന്നായിട്ട് നമ്മുടെ ചുറ്റുപാടുകളെ. മറ്റേ രഞ്ജിത്ത് സാറ് പറഞ്ഞ പോലെ നിരീക്ഷിക്കുക. മോഹൻ, നിങ്ങളൊരു നടനാവണമെങ്കിൽ നിരീക്ഷണ പാഠവും വേണം എന്ന് പറയുന്ന പോലെ നന്നായിട്ട് നിരീക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ല, ഇപ്പോൾ ഈ സൂപ്പർ സ്റ്റാർസിൻ്റെയൊക്കെ പ്രത്യേകിച്ച് ഈ സിനിമാ നടന്മാരുടെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ വേദികളിൽ നിന്ന് പലപ്പോഴും ഡിമാൻഡ് വരാറില്ലേ? ഇയാൾ ചെയ്യണം. ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നതും അവരുടെ മുന്നിൽ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതൊക്കെ ആരെ അനുകരിക്കാനാണ്? ഞാൻ ഈ 202 ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു ഡിമാൻഡ് ഓഡിയൻസിലേക്ക് കൊടുത്തിട്ടാണ് ഒരു പ്രോഗ്രാം ചിലപ്പോൾ ഞാനാണ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവരെയും ആവശ്യപ്പെടാറുണ്ട്.
ഏറ്റവും ഫസ്റ്റ് ചോദിക്കുക മമ്മൂട്ടി മോഹൻലാൽ തന്നെയാണ് നമ്മുടെ അതിനൊരു മാറ്റവും ഇല്ല, Obviously, അത് ഒരു മാറ്റമില്ല. ഇങ്ങനെ ഒരു സാധനം പറഞ്ഞാൽ അപ്പം തന്നെ അവർ പറയും. പിന്നെ ഇപ്പോൾ പുതിയ പുതിയ താരങ്ങളെയൊക്കെ ചെയ്യണമെന്നൊരു റിക്വസ്റ്റ് വരാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പറയാറുള്ള ആൾ ഞാൻ പറയാം, ഇന്നസെന്റ് ഏടൽ. സത്യല്ലേ? അതെ. അല്ല അല്പം മുമ്പാണ് ഇന്നസെന്റ് ചേട്ടന്റെ ചെറുമകൻ ഇവിടെ വന്നു പോയത്. വന്നോ? ഇവിടെ വന്നിരുന്നു. അദ്ദേഹമാണ് ഈ ടീൻ്റെ കൂടി ആണെങ്കിൽ ആടും, ഇന്നലെ ആടി മറ്റന്നാ ആടും അറിയില്ല. അയ്യൻ്റെ അമ്മേ, രാഘവോ ദാസപ്പോ, ഈ തടി സാമാനങ്ങൾ രണ്ട് വലിയ അത്രയല്ലേ എന്നോട് പറഞ്ഞോളൂ. അതിന് നീ എന്താ ഒളിച്ചിരുന്നാ പെയിന്റ് അടിക്കുന്നത്? എൻ്റെ രാമൻകുട്ടി നായിൻ്റെ മോനോട് ഞാൻ 150 പ്രാവശ്യം പറഞ്ഞ ചോറിട്ടേ. അപ്പോൾ എൻ്റെ അമ്മയുടെ തെറി പറഞ്ഞല്ല, എൻ്റെ അമ്മയുടെ വീടിൻ്റെ അടുത്ത് എൻ്റെ വീട് ഇങ്ങനെ മുമ്പുണ്ടായിൻ്റെ. ഇന്നസെന്റ് ചേട്ടനെ നമ്മളെല്ലാം അല്ലെ ഈ തരുണത്തിൽ സ്മരിക്കുന്നു. അതെ അതെ, ഓർക്കേണ്ട ഒരു വ്യക്തിയാണ്. നമ്മുടെ തൃശ്ശൂരിൻ്റെ ഒരു തിലകം ചാർത്ത് തന്നെയാണ്. പിന്നെ എനിക്ക് ഈ പുതിയ തലമുറയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആവശ്യപ്പെടുന്ന ഒരാൾ നസ്ലിനാണ്. അവസാനം നീ കരയും മോനെ, എനിക്ക് കിട്ടിയില്ല നിനക്കും കിട്ടൂല, മനസ്സിലായില്ലേ? പ്രേമം എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആൾക്കാർ ചോദിച്ചു വരുന്നത്. പുതിയ താരങ്ങളും അങ്ങനെ ഒരുപാട് ഇങ്ങനെ കിടപ്പാണ്. അല്ലെ ഈ 200-ലധികം അല്ലേ കലാകാരന്മാരുടെ ആ ശബ്ദം ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോകണ്ടേ? ഇങ്ങനെ നമുക്കത് ഷിഫ്റ്റ് ചെയ്ത് പോകാനായിട്ട് ഏറ്റവും കൂടുതൽ ഉള്ളതാണ് ഇങ്ങനെ मेरा देशवासियों, हमारा देश हमारा मंदिर सभी क्षेत्रों में ഇങ്ങനെ പറയുന്നതിൽ നിന്നാണ് വേറൊരു സ്ഥാനത്തിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ പോകാൻ പറ്റും നമുക്ക്. ഞാൻ പറഞ്ഞത് ഇതൊരു വല്ലാത്ത സംഭവമാണ്. നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കാണ് പോകേണ്ടത്. മനസ്സിലായില്ലേ? ഒറ്റപ്പെട്ടു പോകാച്ച ഇവിടെ ചെറിയ പാറ്റകൾ വരുത്തിയ എല്ലാത്തിലേക്ക് പോവാം. അതായത് ഒരു ജാതി, ഒരു ദൈവം, ഒരു ദൈവം ഒന്ന് മനുഷ്യനെ പഠിപ്പിച്ച. ഇതുപോലെ വേറൊരു ഏറ്റവും കൂടുതൽ പോവാണ് ഇപ്പോഴത്തെ പുതിയ താരമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഇംഗ്ലീഷിലാണല്ലോ. എൻ്റെ പുതിയ പാട്ടിലെ ജനം TV-യിൽ ഞാൻ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഇംഗ്ലീഷിലാണ് ഇഷ്ടം. ഐ എം വെരി പ്രൗഡ് ദ മൂമെൻറ്റ് ബിക്കോസ് എനിക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാലോ. ഇതിൽ നിന്ന് തന്നെ പെട്ടെന്ന് നമുക്ക് മാറ്റാൻ കഴിയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ജാവ സിമ്പിൾ, പവർഫുൾ. മനസ്സിലാവുന്നില്ല? അഞ്ജലിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉറൂസ് നടത്താനൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളെല്ലാം സുനാമി വന്ന് പട്ടിണി കിടന്ന് ചാവാൻ കിടക്കുമ്പോൾ ഒന്നിൻ്റെ ഒന്ന് ഉറൂസ് ഇവിടെ നടത്തണ്ട. മനസ്സിലായില്ലേ? ചേർന്ന് മനസ്സിലാവുന്നുണ്ടോ? ഇല്ലെങ്കിൽ പറയണം. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അത് താങ്കൾ പറഞ്ഞ പോലെ ആ ഒരു സിദ്ധി അല്ലേ ദൈവം അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട്. മാത്രമല്ല ബൈ പ്രാക്ടീസ്. പക്ഷേ ബൈ പ്രാക്ടീസും എല്ലാവർക്കും സാധിക്കുമോ സതീഷ് ജി? നമ്മളങ്ങനെ വിചാരിച്ചാൽ പറ്റില്ല. തരണം, തമ്പരാൻ തരിക എന്നുള്ള നല്ലൊരു വിശ്വാസി ആയതുകൊണ്ടായിരിക്കാം ഞാൻ അങ്ങനെ ഇടയ്ക്ക് എടുത്ത് പറയണേ. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ഇത് എല്ലാവർക്കും കൊടുത്തിട്ടില്ലല്ലോ. അതാണ്. അല്ലെ ഈ കലാഭവനിലൂടെ വന്നവരെല്ലാം വെള്ളിത്തിരയിൽ എത്തിയിട്ടുണ്ട്, മിന്നുന്ന താരങ്ങളായി മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആഗ്രഹമൊക്കെ ഇല്ലേ? സിനിമയിൽ അഭിനയിച്ചോ? ഞാൻ പ്രദീപ് പൂങ്കോഴി എന്ന് പറഞ്ഞ സിനിമ അഭിനയിച്ചു. മഞ്ജുവാരുടെ ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ സുരാജാറിനെ അഭിനയിച്ചു. ഏറ്റവും ലാസ്റ്റ് ജയറാമേൻ്റെ കൂടെ ഒരു സിനിമ അഭിനയിച്ചിട്ടുണ്ട്. വരാൻ പോകുന്ന ചില സിനിമകളിൽ ഇങ്ങനെ സംസാരങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊന്നും പോരാ, നായകനായിട്ട് താങ്കളെ കാണണം. അതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. സന്തോഷം. ഓക്കെ, അപ്പോൾ എന്തായാലും ഷിബു മച്ചാടിലേക്ക് പോകുന്നു. പണ്ട് യുവജനോത്സവത്തിനൊക്കെ പങ്കെടുത്തിട്ടില്ലല്ലേ? നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, സമ്മാനങ്ങൾ വാരിക്കൂട്ടി. തീർച്ചയായിട്ടും ഞാൻ പ്രധാനമായിട്ടും യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിലാണ് കൂടുതൽ പങ്കെടുത്തിട്ടുള്ളത്. അടുപ്പിച്ചൊരു 3 വർഷം D-Zone മിമിക്രി ഫസ്റ്റ് ആയിരുന്നു. ഇൻ്റർസോണിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇങ്ങനെയുള്ള ഇതിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ശബ്ദങ്ങളും സ്റ്റാർസും ഒക്കെയാണ് ഞാൻ കൂടുതൽ ഇമിറ്റേറ്റ് ചെയ്യാറ്. അപ്പോൾ ഈ നേരത്തെ കിച്ചു പറഞ്ഞതുപോലെ, കൃഷ്ണകുമാർ പറഞ്ഞതുപോലെ, നമുക്ക് ഈ യുവജനോത്സവ വേദികളിൽ വരുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള കലാരൂപങ്ങൾ കാണുമ്പോഴാണ് നമുക്കും അതുപോലെ ആവണം, ആ വേദിയിലേക്ക് എത്തണം. എനിക്ക് സ്കൂൾ കാലഘട്ടങ്ങളിൽ ഒരിക്കലും വേദിയിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ അന്ന് സ്കൂളിൽ നിന്ന് കൊണ്ടുപോകാൻ സാധിക്കാറില്ല. അങ്ങനെ ചില കാരണങ്ങൾ കൊണ്ട് ചില സ്കൂളുകളിൽ നിന്ന് അങ്ങനെ കൊണ്ടുപോകാറില്ല. പക്ഷേ അത് ഒരുപാട് വലിയ ആഗ്രഹമായിട്ട് ഇങ്ങനെ മനസ്സിൽ കിടന്നിട്ട് പ്രീ ഡിഗ്രിയൊക്കെ പ്രൈവറ്റായിട്ടാണ് പഠിച്ചത്. അന്നേരം ഒന്നും യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് പറ്റിയില്ല. പിന്നീട്
ഡിഗ്രിക്ക് സെൻറ് തോമസിൽ വന്ന് ജോയിൻ ചെയ്ത സമയത്താണ് ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് പങ്കെടുക്കാൻ പറ്റിയത്. ആ വർഷം തന്നെ ഡി സോണ് ഫസ്റ്റ് വന്നു, ഇൻ്റർ സോണ് ഫസ്റ്റ് വന്നു. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതെൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. ഇതേപോലെയുള്ള യുവജനോത്സവ വേദികളൊക്കെ കാണുമ്പോൾ പലപ്പോഴും എൻ്റെ മുഖവും ഇതുപോലെ പത്രത്തിൽ അടിച്ചു വരണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ഒത്തിരി കാലം ഈ യുവജനോത്സവത്തിൻ്റെ ഇതൊക്കെ ഇങ്ങനെ അന്നൊക്കെ പത്രത്തിലാണല്ലോ കൂടുതലും കാണുക. അപ്പോൾ ഈ പത്രത്തിൽ കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും എൻ്റെയും ഒരു ദിവസം ഇങ്ങനെ അടിച്ചു വരും. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഭാഗ്യവാന്മാരാണ്, കാരണം എത്ര ചാനലുകളാണ്. തീർച്ചയായിട്ടും ഞാനത് ആലോചിക്കുകയാണ്. ഒരു പക്ഷേ ഈ കാലഘട്ടത്തിൽ ജനിക്കുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു ഇത് കിട്ടിയേനെ, എക്സ്പോഷർ കിട്ടിയേനെ എന്ന് പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഇപ്പോൾ അന്ന് ഞങ്ങളൊക്കെ മത്സരിക്കുന്ന സമയത്ത് ഞങ്ങളെ ആരും പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനൊന്നുമില്ല. ഞങ്ങളൊന്നില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് പരസ്പരം ഓരോ കണ്ടെത്തലുകൾ നടത്തി അങ്ങനെയാണ് നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നതും പഠിക്കുന്നതും ഒക്കെ. അപ്പോൾ ശബ്ദങ്ങൾ എടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു വല്ലാത്തൊരു ആഗ്രഹം. പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് ഡിഫിക്കൽട്ടാണെന്ന് തോന്നുന്ന ശബ്ദങ്ങൾ കൂടുതൽ ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത്, ഒപ്പം നടന്മാരുടെ ശബ്ദങ്ങൾ എടുക്കുക, അങ്ങനെയാണ് അതെല്ലാം ആവാം. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ കൃഷ്ണകുമാർജി പറഞ്ഞു സുരേഷ് ഗോപിയൊക്കെ കൈകളിൽ സുഭദ്രമാണെന്ന് പറയുന്നത്. സുരേഷ് ഏട്ടൻ തന്നെ തുടങ്ങാം. സുരേഷ് ഏട്ടൻ്റെ അന്നത്തെ കാലത്തൊരു ശബ്ദമുണ്ട്. പണ്ട് കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 20-ാം നൂറ്റാണ്ടെന്ന് പറയുന്ന കാലത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ശബ്ദം വേറെ രീതിയിലായിരുന്നു. അന്ന് എന്തുണ്ടായിരുന്നു സ്വന്തം എന്ന് പറയാൻ, ഏലപ്പാറ LP സ്കൂളിലെ വെറും ഒരു വാദ്യാർ, ഈ രീതിയിലായിരുന്നു അന്നത്തെ ശബ്ദം എന്ന് പറയുന്നത്. പിന്നീട് അത് ഒരു നായകൻ ഒരു ലെവലിലേക്കൊക്കെ എത്തിയപ്പോഴത്തേക്കും കമ്മീഷൻ, അതുപോലെ തന്നെ ഏകലവ്യൻ പോലുള്ള സിനിമകളിലേക്കൊക്കെ എത്തുകയും ലേലത്തിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് ഒത്തിരി മാറ്റം ഉണ്ടാക്കി. പുള്ള് മണ്ണാങ്കട്ട തൻ്റെ ഒടുക്കത്തെ പണക്കൊതയുണ്ടല്ലോ, ചക്കരക്കുടത്തിലല്ല സെപ്റ്റിക് ടാങ്കിലായാൽ പോലും കൈയിട്ട പിന്നെ നക്കാതെങ്കിൽ തൻ്റെ പരവേശം ആക്രാന്തം ഇതും വെച്ചുകൊണ്ട് കടയാടികൾക്കൊപ്പം തന്നെ കൂടാനെ തന്നെ പരിപാടിയെങ്കിൽ പിന്നെ പരസ്യമായി പറിച്ച് കയറും ചാക്കൊച്ചി തൻ്റെ സ്യൂഡോ സോഷ്യലിസ്റ്റിക് സ്യൂഡോ ഫിലൻട്രോപ്പിക്കൽ ബാംബുസിൽ തൻ്റെ കപട കമ്മ്യൂണിസത്തിൻ്റെ മുഖം മൂടി. ഇത് ഈ രീതിയിലായിരുന്നു. ഇത് ഇപ്പോൾ അദ്ദേഹം പൊളിറ്റിക്സിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ശബ്ദം കുറച്ചും കൂടെ ഈ തൃശ്ശൂർ ഞാനും എടുത്തു, ഇനിയും ഈ കേരളം കൂടെ ഞാൻ എടുക്കാൻ പോവുകയാണ്. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിനൊരു മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതുപോലെ നേരത്തെ കൃഷ്ണകുമാർജി പറഞ്ഞ പോലെ ഇപ്പം മമ്മൂക്കയുടെ ഒക്കെ അവതരിപ്പിക്കുകയാണെങ്കിൽ മമ്മൂക്കയുടെ എല്ലാവരും മലയാളം ഡയലോഗുകളാണ് കൂടുതലും ഇമിറ്റേറ്റ് ചെയ്യാറ്. ഞാൻ രാവണപ്രഭു മറ്റേ നരസിംഹത്തിലെ മമ്മൂക്കയുടെ ആ കോടതിയിലുള്ള ഒരു സീനുണ്ട്, അതാണ് ഞാൻ സാധാരണ ഇമിറ്റേറ്റ് ചെയ്യാറ്. കുറച്ച് ലോങ് ഡയലോഗാണ്, ഇംഗ്ലീഷിൻ്റെ ഒരു ലോങ് ഡയലോഗ്. മലയാളത്തിൽ നിന്ന് അത് ഇംഗ്ലീഷിലേക്ക് മാറുന്ന ഒരു ഇതാണ്. ഗ്രഹണം ബാധിച്ചാലും അതിന് സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യം. മൂടി വയ്ക്കാം, വളച്ചൊടിക്കാം, പക്ഷെ ഒരു നാൾ ഒരിടത്ത് അത് പുറത്തു വരും. മിസ്റ്റർ സൂപ്രിൻറ്റൻഡന്റ് ഓഫ് പോലീസ്, ഷാൽ ഐ റിമൈൻഡ് യു സംതിങ്? ഇറ്റ് ഈസ് ക്വൈറ്റ് അൺബിക്കമിങ് an officer. I pity you for the dirty game you have played in this case, that of a manipulator. A police officer is supposed to be the watchdog of justice and the servant of the society. But instead, you behaved like a barking mad dog to wreak vengeance against your family enemy. Law-abiding citizens and an ex-judicial officer who always gave predominant consideration for his office and any personal relationship or personal bondage. By incriminating such a pious and loyal soul, you have proved that you are ashamed to the total police force of the country, Your Honor. That's all. ഗ്രേറ്റ് കേട്ടോ. അത് സാധാരണഗതിയിൽ ആരും അങ്ങനെ ഇംഗ്ലീഷ് അനുകരിച്ച് കണ്ടിട്ടില്ല. ഞാൻ ആ നരസിംഹം ഇറങ്ങിയ കാലഘട്ടം മുതൽ ഇത് ഉള്ളിലുള്ളതാണ്. അത് അന്ന് ആദ്യം എടുത്തിരുന്നത് വേറൊരു ഡയലോഗായിരുന്നു. അപ്പോൾ എല്ലാവരും ആ ഡയലോഗ് തന്നെയാണ് ചെയ്യുന്നത് എന്ന് കണ്ടപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചു. അപ്പോൾ അത് മുതൽ ഇങ്ങോട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡയലോഗാണ്. അങ്ങനെ മാത്രം ഇംഗ്ലീഷ് സംസാരിക്കുന്നുള്ളൂ. അതും വഴങ്ങണല്ലോ അല്ലേ, അത് മറ്റേതുപോലെ എളുപ്പമല്ല മലയാളം പറയുന്ന പോലെ. ഇനി പ്രതിജ്ഞനെയാണ് ഞാൻ സ്വാഗതം ചെയ്യുന്നത്. ശ്രീ പ്രതിജ്ഞൻ, അതായത് ശബ്ദത്തിലൂടെ മാജിക് കാണിക്കുന്ന ആളാണ്. ഡിഫറെൻ്റ് ആണ്. അതെ, എന്തെങ്കിലും വെറൈറ്റികൾ. അതായത് ഇപ്പോൾ ഷിബുചേട്ടൻ പറഞ്ഞ പോലെ ഈ തൃശ്ശൂരിനൊരു പ്രത്യേകത ഇവിടെ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
തൃശ്ശൂരത്തെ മിമിക്രി മത്സരങ്ങൾ കാണാനായിട്ട് വരുമ്പോൾ ഒരു ഓളാണ്. കാരണം ഇപ്പോൾ ഇവിടെ ഇല്ല സുനിൽ കുമാർ അല്ലേ, സുനിലേട്ടൻ്റെ പെർഫോമൻസ്, അത് കൃഷ്ണകുമാറിൻ്റെ പെർഫോമൻസ്, ശിവചേട്ടൻ്റെ പെർഫോമൻസ്, സതീഷ് ഭായിയുടെ ഇത് എല്ലാവരും കാണാൻ വേണ്ടി മാത്രം ആകാംക്ഷയോടെ വരുന്ന ഒരു കാലം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അവരെന്താണ് കൊണ്ടുവരിക, ഇപ്രാവശ്യം എന്താണ് വെടിക്കെട്ടിൽ, എന്താണ് സ്പെഷ്യൽ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഇൻട്രോ, എന്താണ് കണ്ടൻറ്, എന്താണ് അതിന് കുറേ സംഭവങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ശിവചേട്ടൻ്റെ എനിക്ക് കാണാൻ അത് തന്നെ ഇൻട്രോ തന്നെ ഭയങ്കര വ്യത്യാസമാണ്. അപ്പോൾ ഒരു ഉദാഹരണം നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന ഇൻട്രോ മ്യൂസിക്, ലൈക്ക് ഞാൻ പറയുന്നത് സൗണ്ട് ചെക്ക് ഒന്നുമില്ല, റെഡി 1 2 3 തന്നെ നമ്മൾ ആ ഇൻട്രോ പണ്ടൊക്കെ മാറ്റിയെങ്കിൽ ശിബിച്ചേട്ടൻ്റെ ഇൻട്രോ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതൊന്നും എനിക്ക് കാണാനുള്ള ആഗ്രഹമാണ്. ഒന്ന് ഞാൻ കുറച്ച് ശബ്ദങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ് ചെയ്യാറ്. അപ്പോൾ അപ്പോൾ പണ്ടൊക്കെ ഇപ്പം നമ്മൾ ട്രailer എടുത്തിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഇംഗ്ലീഷൊന്നും വലിയ വ്യക്തമായിട്ട് അറിയില്ലേ. ആ കാലഘട്ടത്തിൽ ജുറാസിക് പാർക്കാണ് കൈയിടി കിട്ടുന്ന സാധനം. അപ്പോൾ ജുറാസിക് പാർക്ക് ചെയ്യുമ്പോൾ വെൽക്കം ടു ജുറാസിക് പാർക്ക് ഇതേപോലെ സാധനം വരും. പിന്നെ വെറുതെ ഡോർ തുറക്കും. ഡോർ എന്തോ ഇംഗ്ലീഷും പിന്നീടാണ് മനസ്സിലായത് ഒരു ട്രailer ചെയ്യുമ്പോൾ അതിൻ്റെ ഡയലോഗ് പഠിക്കണം, അതിൻ്റെ സംഭവങ്ങൾ പഠിക്കണം. അന്ന് ഞങ്ങളൊരു മാറ്റത്തിന് 2006 മാറ്റം പറയുമ്പോൾ അന്ന് മമ്മി റിട്ടേൺസ് എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ അതേ ഇംഗ്ലീഷ് എഴുതി പഠിച്ച് ഞങ്ങൾ അവതരിപ്പിക്കുക. അതെങ്ങനെയാണ്? The 5,000 seats ago, the face warrior, and Scorpion King, the Tommy campaign, the conquer, the Lord. Aku Mutasir! And finally, the villains once again. I want the hero. സിനിമ തന്നെ എങ്ങനെ കോപ്പി ചെയ്യാന്നുള്ളൊരു സാധനമായിരുന്നു. അങ്ങനെ ഹെലികോപ്റ്റർ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ വന്ന് പറഞ്ഞത് പതിവ് ആ വെടിക്കെട്ട് ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ 4 പേരും വെടിക്കെട്ടിൻ്റെ ഉസ്താദികളാണ്. 4 പേരും 4 ടോണുകളാണ്. അപ്പം ഞാൻ ചെയ്തു തരുന്നത് അതിൻ്റെ തുടക്കത്തിലുള്ള പൊരിപ്പിക്കലുണ്ടല്ലോ, അത് ശിബുചേട്ടൻ്റെയാണ് ഏറ്റവും പെർഫെക്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ തുടക്കം എൻ്റെ ബാക്കി ഞാൻ എടുത്തോണ്ട് റെഡി. അവസാനം ഒരു സാധനമുണ്ട്, അതാണ് മണിച്ചേട്ടൻ്റെ കലാപ മണിച്ചേട്ടൻ്റെ ശിഷ്യനാണ്. തന്നെ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമുക്കറിയാം ഈ റൗണ്ടിൽ പൊട്ടി വീഴുന്ന അമിട്ടുകളാണ് അല്ലേ. അതിനൊരു പ്രത്യേക ടോണാണ് സാർ. ഒന്ന് നോക്കിക്കോ. ഇതേ സാധനം ഒന്നുകൂടി ക്ലോസ് ആയിട്ട് പോകണമെങ്കിൽ നമ്മൾ പാലക്കാട് വരെ പോകേണ്ടി വരും. പാലക്കാടാണ് പോകുന്നതെങ്കിൽ ഈ കുന്നിൻ്റെ മേലെ ഇരുന്ന് നമ്മൾ വെടിക്കെട്ട് കാണുമ്പോൾ ഈ ശബ്ദം തിരമാലകളുടെ പോലെ പോവാം. അത് ആ മേലെ ഇരിക്കുന്നവർക്കുള്ള എഫക്റ്റ് എങ്ങനെയാണെന്നറിയോ? നെന്മാറ അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇല്ല. ഇതെല്ലാം ഒബ്സർവേഷന്റെ ഭാഗമായിട്ട് അല്ലെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുന്നു, നിരീക്ഷിക്കുന്നു, പഠിക്കുന്നു, അത് സ്വായത്തമാക്കുന്നു, അവതരിപ്പിക്കുന്നു. അതില് അതിന്റെ ക്ലാരിറ്റിയാണ് അതിന്റെ ഏറ്റവും വലിയ സംഭവം. ഒരു ചെറിയ ഒരു സാധനം വരുമ്പോൾ ഒരു മഴ ചെയ്യാണ്. മഴ ഇതുവരെ ആരും ചെയ്തിട്ടില്ല. പക്ഷെ മഴ ചെയ്യുമ്പോൾ
ഇപ്പോൾ ഒരുപാട് പിള്ളേർ അതിൻ്റെ ക്ലാരിറ്റി ഒന്നും ആയിക്കോട്ടെ. ഒരു നല്ലൊരു മഴക്കാലം, ഈ ചൂട്ടത്ത് ഒരു മഴ പെയ്യുമ്പോൾ ഇനി ഒരു തുള്ളി വീഴാണ് കേട്ടോ. ഒപ്പന്തേക്കോ പിന്നെ കുട്ടികളെ കയ്യിൽ നടക്കും. മൈന്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങൾ, അങ്ങനത്തെ ഡിഫറൻസ്. ഓക്കെ, ഇപ്പോൾ ഞാൻ പിന്നെ നമ്മൾ യുവജനോത്സവ വേദിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ പൊതുവിൽ ഉയർന്നു വരുന്ന ചില ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ യഥാർത്ഥ പ്രതിഭകളെ കണ്ടെത്തുന്നില്ല. കാരണം ജഡ്ജസ് യഥാർത്ഥ മിമിക്രി കലാകാരന്മാരല്ല, ആരൊക്കെയോ വന്ന് വിധി നിർണ്ണയിച്ച് അങ്ങ് പോകുന്നു എന്നല്ലാതെ. അതുകൊണ്ട് പലരും നിരാശരാണ്. പല കുട്ടികളും അവർക്ക് കരഞ്ഞ് വേദി വിടേണ്ടി വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് എങ്ങനെ സംഭവിക്കുന്നത്? നോക്കിപ്പോൾ തൃശ്ശൂരിൻ്റെ തന്നെ തൃശ്ശൂരിൻ്റെ സ്വന്തം എന്ന് പറയാൻ പറ്റുന്ന 4 കലാകാരന്മാരാണ് ഇവിടെ നിൽക്കുന്നത്. നിങ്ങളെ ആരെയെങ്കിലും വിധികർത്താവായിട്ട് വിളിച്ചിട്ടുണ്ടോ? ഏത് ക്രൈറ്റീരിയയിലാണ് വിധികർത്താക്കളെ വിളിക്കുന്നത് കലോത്സവ വേദിയിലേക്ക്? 4 പേര് വിധികർത്താക്കളായിരുന്നു പണ്ട്. പക്ഷേ ഇപ്പോൾ പോവാറില്ല. ഒന്ന് നമ്മുടെയൊക്കെ അറിയുന്ന ആൾക്കാർ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളതിൽ പോവാറില്ല. പക്ഷേ ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയ സംഭവം ഞങ്ങൾ കണ്ടത്, ഞാൻ എല്ലാവരുടെയും മിമിക്രി കണ്ട ഒരാളാണ്. അപ്പോൾ ജഡ്ജസ് പറഞ്ഞ ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം ആവറേജ് ആയിരുന്നു, പോരാ. അതായത് നല്ല പെർഫോമൻസ് 1, 2, 3 ഉണ്ട്, ബാക്കിയൊക്കെ ആവറേജ് ആയിരുന്നു. അത് പറയാൻ കാരണം ഇവരെ ഈ മത്സരത്തിലേക്ക് അയക്കുന്നവരുടെ ഒരു കുറവുണ്ട്. അതായത് നമ്മൾ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ഇവർ പെർഫെക്റ്റ് ആവണ്ടേ. അതിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ശുഭിച്ചേട്ടാ പറയാം. ഇതിൽ വിധികർത്താക്കൾ ഒരാളെങ്കിലും മിമിക്രി അറിയുന്നവരായിരിക്കണം. ഇത് 3 പേരും ഇതറിഞ്ഞില്ലെങ്കിൽ എന്താ കഥ? അവസ്ഥ ഭയങ്കരമായിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ പോയി ഏറ്റവും വലിയ പ്രശ്നം കൃഷ്ണകുമാർ പറഞ്ഞ പോലെ ഇതിൽ അല്ലേ, ചെറിയ റൂം, ചെറിയ ഇത്രയും പോകുന്ന ഒരു ബോക്സ്, ആ ചെറിയ ബോക്സിൽ അത് തേനീച്ചപ്പെട്ടി എന്ന് തന്നെ ഞങ്ങൾ പറയും. അത്രയും പോകുന്നൊരു ചെറിയ ബോക്സും ഇത്രയും ഇല്ലാത്ത ഒരു ചെറിയ മയക്കും കൊടുത്ത് ഹലോ നാളെയാണ് എന്നല്ല, അത്രയും ക്വാളിറ്റി ഇല്ലാത്ത മയക്ക് കൊടുത്തിട്ട് എങ്ങനെ സാർ ഒരു മിമിക്രി? അതിൽ നമ്മുടെ ശബ്ദമൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും സൗണ്ടിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. അപ്പോൾ അത്തരം ഒരു എന്താ പറയുക, ഒരു നെഗ്ലിജൻസ് എന്ന് വേണമെങ്കിൽ പറയാമോ എന്ന് എനിക്കറിയില്ല. അത് പലയിടത്തും സംഭവിക്കുന്നുണ്ട്. അത് എപ്പോഴും മിമിക്രി വേദികളൊക്കെ വളരെ ശുദ്ധമായ ശബ്ദത്തിൻ്റെ ഇതാണ് ഇപ്പോൾ കാണുന്നത്. അത് നമ്മുടെ കോഴിക്കോട് പ്രത്യേകിച്ച് പറയുകയാണ്, കോഴിക്കോട് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ അവിടെ മധു ചേട്ടൻ എന്ന് പറഞ്ഞ മധു കൊയിലാണ്ടി എന്ന് പറഞ്ഞ ചേട്ടൻ ഈ സാധനം നിർത്തി വെപ്പിച്ചിട്ട്, അത് മാത്രമല്ല കൂടെ കുറേ ആൾക്കാരുണ്ട് മിമിക്രി അറിയുന്ന ഒരാളുടെ പേരാണ് പറയുന്നത്, അത് നിർത്തി വെച്ചിട്ട് രണ്ടാമത് സൗണ്ട് സിസ്റ്റം കൊണ്ടുവന്നിട്ട് അവതരിപ്പിക്കുന്ന സ്ഥിതിയായി. ഒരു സ്ഥലത്ത് ചെയ്യാൻ പറ്റാത്ത എത്രയോ സ്ഥലങ്ങളുണ്ടെന്നറിയോ? ഞങ്ങൾക്കറിയാം, പറയില്ല. വിനോദേട്ടനെ പോലെയുള്ള ആൾക്കാർ ഇറങ്ങി പോരാൻ നിന്നിട്ടുണ്ട്. അല്ല, അത് മാത്രമല്ല, അപ്പീലിന് 5000 രൂപ കൊടുക്കാൻ പറ്റാത്ത നിരവധി കുട്ടികളുണ്ടല്ലേ? അയ്യോ, അവരെന്ത് ചെയ്യും? സത്യം പറഞ്ഞാൽ അതൊരു ഈവനിങ് സമയത്താണ് സംഭവിച്ചത്. ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു ശിവചേട്ടാ. ഇത് നമ്മളല്ല, ഇത് ജനം അറിയണം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ജനം അറിയണം, അറിഞ്ഞിരിക്കണം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് മാത്രം ഞാൻ പേഴ്സണലായിട്ടല്ല, ഈ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് പറയുകയാണ്. നമ്മളിപ്പോൾ KSRTCയിൽ പോലും അല്ലെങ്കിൽ നമ്മൾ സാധാരണ ബസ്സിൽ പോലും ഇപ്പോൾ ഗൂഗിൾ പേ ഉണ്ട്. ഈ 7 മണി 8 മണി നേരം സമയത്ത് നമ്മൾ അപ്പീൽ കൊടുക്കാൻ കാരണം എല്ലാവർക്കും B ഗ്രേഡ്, ഒരാൾക്ക് മാത്രം A ഗ്രേഡാണ്. അത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം. അങ്ങനെ കിട്ടാൻ അപ്പീൽ കൊടുക്കാൻ 5000 രൂപ റെഡി ക്യാഷ് വേണമെന്നാണ്. ഗൂഗിൾ പേ നമ്പറില്ല. എല്ലാവരും ആ നോട്ട് കൊണ്ടുപോയി കൊടുത്താലേ അവിടെ അപ്പീൽ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ സാധാരണ വിചിത്രമായിട്ടുള്ള തീരുമാനം, അത് വിചിത്രമായിട്ടുള്ള നടപടിയാണ് എല്ലായിടത്തും. സത്യം, കാരണം ഈ നരേന്ദ്രമോദിജി കൊണ്ടുവന്ന ഈ ഒരു പരിഷ്കാരം അത് ലോക രാജ്യങ്ങള് അവരത് സ്വാഗതം ചെയ്യുന്നു, അവരത് നടപ്പിലാക്കാൻ നോക്കുന്നു. അപ്പോഴാണ് ഈ കൊച്ചു കേരളത്തിലെ ഈ തൃശ്ശൂരിൽ അല്ലെ 5000 രൂപ എണ്ണി കൊടുക്കണം. ഇതിൽ നമുക്കറിയാം, നമ്മളിപ്പോൾ അമ്പലത്തിൽ പോലെ എവിടെ പോയാലും ഇപ്പോൾ മണ്ടാരം എന്നുള്ള സാധനം മാറ്റിയിട്ട് QR കോഡ് ആക്കിയ കാലഘട്ടത്തില് അല്ലേ, കള്ളന്മാർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം QR കോഡ് അതിനുള്ളിൽ ഒന്നുമില്ല, വേറെ സ്കാൻ ചെയ്യട്ടാ കഴിഞ്ഞു. ആ സമയത്ത് ഇവിടെ 5000 രൂപ ക്യാഷായി. ഞാൻ സത്യം പറയാം, തുറന്നു പറയാണ്, അത് തുറന്നു പറയാൻ കാരണം ഞാൻ 500 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഈ അപ്പീൽ കൊടുക്കാൻ വേണ്ടി നടു റോഡിൽ തെണ്ടിയ ആളാണ്. കാരണം 5000 രൂപ അടയ്ക്കാൻ 500 രൂപ കുറവുണ്ട്. അങ്ങനെ ആ സമയത്ത് അവിടെ ATM ഇല്ല.
സമയം 1 മണിക്കൂർ ഒക്കെ കടന്നുള്ള അപ്പീൽ കൊടുക്കാൻ പറ്റില്ല. ആ സമയം നടു റോഡിൽ തേണ്ടിയിട്ട് ആ ഒരു കുട്ടിയുടെ അമ്മ, ആ നയന എന്ന് പറയുന്ന കുട്ടിയാണ് നമ്മുടെ സുരേഷ് ഗോപി സാറ് വീട് വെച്ചു കൊടുത്ത ഒരു കുട്ടിയുണ്ട്, മിമിക്രി. ആ കുട്ടിക്ക് ഒന്നും കിട്ടില്ല. ആ കുട്ടിക്ക് ഇത് അപ്പീൽ കൊടുക്കാനും പറ്റില്ല, ഇപ്രാവശ്യം തൃശ്ശൂർ മത്സരിക്കാനും പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ വരേണ്ടതാണ്. എന്നുവെച്ചാൽ ഒരുപാട് കാര്യം, ഈ 5000 രൂപ പെട്ടെന്ന് എടുക്കാൻ സാധാരണക്കാർക്ക് പറ്റില്ല. അല്ല, എന്തായാലും ഇവിടെ ഉയർന്നു വന്ന ഈ പ്രതികരണങ്ങളിൽ നിന്നെങ്കിലും ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവട്ടെ അല്ലേ? അടുത്ത കലോത്സവത്തിനെങ്കിലും ഒരു തീർച്ചയായിട്ടും അത് ഏതൊരു കലയും അതിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യണം, ജഡ്ജ് ചെയ്യണം. അതെ, ഇപ്പം മിമിക്രിക്കാര് മിമിക്രി ജഡ്ജ് ചെയ്യാൻ എപ്പോഴും മിമിക്രിക്കാർ തന്നെയാണ് നല്ലത്. അതല്ലാതെ ഏതെങ്കിലും അധ്യാപകനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ആളുകൾ വന്നിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അധ്യാപകർ അവർക്ക് ആസ്വദിക്കാൻ അറിയാമായിരിക്കാം, പക്ഷേ എന്നാലും ആ മിമിക്രി ചെയ്യുന്ന ആളുകൾക്കാണ് അതിൻ്റെ പെർഫെക്ഷൻ എത്രത്തോളം അറിയാൻ പറ്റുള്ളൂ. അതിനെക്കുറിച്ച് കുറച്ചുകൂടെ നമ്മൾ പ്രസ് മീറ്റിംഗ് ഒക്കെ വിളിച്ചതാണ്, അതിനെക്കുറിച്ചൊന്ന് പറയാം. ഇത് ഞങ്ങൾ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ കലാകാരന്മാർക്ക് വേണ്ടിയുള്ളതുകൊണ്ട് ഇങ്ങനൊരു വലിയൊരു കൺസേൺ എല്ലാ ആർട്ടിസ്റ്റുകളും എന്നെ വിളിച്ച് പറയുണ്ടായി. അപ്പോൾ ഒരു ഈ ജസ്റ്റ് സബ് ജില്ലയൊക്കെ തുടങ്ങിയ സമയത്ത് തന്നെ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരു പ്രസ് മീറ്റൊക്കെ വിളിച്ചിരുന്നു. അതിന് വേണ്ടിയിട്ട് മാധ്യമങ്ങളോടൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ എല്ലാവരും ഉയർത്തി പറഞ്ഞ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഓരോ ഐറ്റത്തിനും അതിലെ പ്രഗത്ഭര് വിധികർത്താവായിരിക്കണം എന്ന്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ആ കഴിവുള്ള കുട്ടികൾ ഒരുപക്ഷെ അംഗീകരിക്കപ്പെടാതെ അവർ അവസരം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിനുള്ള വേദിയും. ഇപ്പം നമുക്കറിയാം, ഇപ്പം തബല എന്ന് പറഞ്ഞാൽ അത് ഡക്കിൻ തബല രണ്ടും കൂടിയിട്ടാണ്. അപ്പോൾ തൽക്കാലം ഒരു കാര്യം ഒരെണ്ണം വെച്ച് കൊട്ട് എന്ന് പറയുന്ന പോലെയാണ് ഈ മിമിക്രിയിൽ സംഭവിക്കുന്നത്. ഇതിനൊരു മിനിമം ഡിസ്റ്റൻസ് വേണം, നല്ലൊരു സൗണ്ടിൻ്റെ, കാരണം ശബ്ദാനുകരണമാണ്. അപ്പോൾ ആ ശബ്ദത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ്. അപ്പം അവിടെ ഇരിക്കുന്നത് വളരെ കുഞ്ഞ ശബ്ദം. അതേപോലെ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലല്ല ഞാൻ പറയുന്നത്, സബ് ജില്ലാ തലത്തിലൊക്കെ സംഭവിക്കുന്ന കാര്യം. അപ്പോൾ ഈ കുട്ടികളുടെ യഥാർത്ഥ കഴിവ് അറിയാണ്ട് പോകണം. രണ്ടാമത് ക്ലാസ് റൂമിലാണ് ഈ മത്സരം നടക്കുമ്പോൾ ഈ ജഡ്ജ് ചെയ്യുന്ന ഒരു മാർക്ക് എടുക്കുന്നതൊക്കെ തൊട്ട് പിന്നിലിരിക്കുന്ന ഓഡിയൻസിന് കാണാം. അത്ര ഇരിക്കാൻ പാടില്ല, ശരിക്കും നല്ലൊരു ഡിസ്റ്റൻസ് വേണം. പക്ഷേ അതിനുള്ള സ്പേസ് ഇല്ല. പിന്നെ മോണാക്ട് അവതരിപ്പിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ മോണാക്ട് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്പേസ് വേണം, അവർക്ക് പല ക്യാരക്ടറുകളാവണം. ഇത് ഇങ്ങോട്ട് മുത്തശ്ശിയായിട്ട് അഭിനയിക്കുമ്പോഴേക്കും ഇവിടുത്തെ ചുമരായി, ഇങ്ങോട്ട് കുഞ്ഞു കുട്ടിയായിട്ട് അഭിനയിക്കുമ്പോഴേക്കും ഇവിടുത്തെ സ്റ്റൂളോ ഒക്കെ മേശയുണ്ടാവും, പിന്നെ ചോക്ക് പൊടി ഇതൊക്കെ ഉള്ള സ്ഥലത്താണ് കുട്ടികൾ. അപ്പോൾ അവർക്ക് കിടന്നൊക്കെ ചില സമയത്ത് ക്യാരക്ടർ ആവേണ്ടി വരും. അപ്പോൾ മൊത്തം ചളിയും മണ്ണും പൊടിയൊക്കെ ആവുന്ന സിറ്റുവേഷൻ. അപ്പോൾ ഇങ്ങനത്തെ ആ സാഹചര്യം മാറ്റി കലയെ ഒരു വഴിപാട് പോലൊരു കലോത്സവം ആവാതെ അതിന് കൃത്യമായിട്ടൊരു ക്ലാരിറ്റി കൊണ്ടുവരണം. തീർച്ചയായും അതൊരു പക്ഷേ അതിൽ ചില ആളുകൾക്കുള്ള അറിവില്ലായ്മയോ അല്ലെങ്കിൽ വേഗത്തിൽ നടത്തിക്കോണമെന്നാലും, പക്ഷെ അതിന് ഉപരി ഈ കലയും സംസ്കാരമൊക്കെ ഇവിടെ നിലനിന്നാൽ മാത്രമാണ് നമ്മളായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പം അതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഓക്കെ, എന്തായാലും സതീഷ്ജിയുടെ മക്കളാണോ ഇത്? അപ്പൊ രണ്ടുപേരും ഒരു പാട്ട് പാടി നമുക്ക് ഇതങ്ങ് അവസാനിപ്പിക്കാം. ആണല്ലേ? ഓക്കെ, യെസ്, ഒരു പാട്ട് പാടാണ്. യെസ്, ഒരു ചെറിയ റാപ്പുകളും കാര്യങ്ങളൊക്കെയാണ്. യെസ് യെസ്, ഹലോ, പഠിക്കോ. രാരി രാരി രേ രാരി രാരി രേ രാരി രാരി രേ രാരി 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 രേ രാരി രാരി രേ രാരി രാരി രേ രാരി രാരി രേ രാരി 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 രേ ചിരിച്ചായൻ തോവലോ നിന്നെ പെറ്റതേതു മഹാനോ ഞാൻ നാഗസാക്കി റോഷിമായ എന്നിൽ വന്ന് വീഴാമോ എന്റെ ലിപിയ നിന്റെ തെരുവിൽ കടന്നു മരിക്കും ഞാൻ അറിയാം നോട്ട് കൊറിയ നിന്റെ തടവറയിൽ അടിയറവ് ഞാൻ പറയാം മോഹലോവയെ മോഹലാവയെ എന്റെ നാളയെ പ്രേമലീലയെ മോഹലോവയെ മോഹലാവയെ എന്റെ നാളയെ പ്രേമലീലയെ കറുപ്പ് റാണി എന്നെ തറക്കനടിച്ച ആണി നിന്റെ കണ്ണ് പെട്ടെന്ന് മുഖം പോലും ഞാനി അരികിൽ വാങ്ങി അകര മധുരം എനിക്ക് താന്നി സ്വർഗവതിൽ നേണി എന്റെ ദാഹം തീർക്കും പാനി എന്റെ മോഹം തീർക്കുമോ നീയും മോഹലോവയെ മോഹലാവയെ എന്റെ നാളയെ പ്രേമലീലയെ മോഹലോവയെ മോഹലാവയെ എന്റെ നാളയെ പ്രേമലീലയെ. നമ്മളോടൊപ്പം ഇദ്ദേഹം റഷീദ് പാറക്കൽ, ഒരു മികച്ച സംവിധായകനുമാണ്, നടനാണ്, പിന്നെ മിമിക്രി മോണാക്റ്റും, നമ്മുടെ മറിമായത്തിലെ നിയാസേട്ടനും കലാഭവൻ നവാസേട്ടനൊക്കെ അവരൊക്കെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹപാഠിയൊക്കെയാണ്. അദ്ദേഹം ശരിക്കും പറഞ്ഞ യൂത്ത് ഫെസ്റ്റിവലിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരാൾ കൂടിയാണ്. ഓക്കെ, 2 വാക്ക്, കാരണം നമുക്ക് സമയം അവസാനിക്കാറായി. പെട്ടെന്ന് പറയാം. 2 വാക്കാണെങ്കിൽ യൂത്ത് ഫെസ്റ്റിവൽ അടിപൊളിയായിട്ടുണ്ട്. അല്ല, പെർഫോമൻസ് കൂടെ, ഒരു ചെറിയൊരു പെർഫോമൻസ് കൂടെ ആവാം.
ഒരു പെർഫോമൻസ് കൂടിയാണ്. ഞാൻ പെർഫോം ചെയ്യുന്ന ആളല്ല, എഴുത്തും സംവിധാനമാണ്. അത്രേ ഉള്ളൂ. ഞാൻ ലാസ്റ്റ് ചെയ്ത് കുട്ടൻ്റെ ഷിനിഗാമി എന്ന് പറഞ്ഞിട്ട് സിനിമയാണ്. ഓക്കെ. ഇന്ദ്രൻസും ജാഫർ ഇടിക്കും ഒക്കെ നായകനായിട്ട്. ഓക്കെ. എഴുത്തും പരിപാടികളൊക്കെയാണ്. ഉണ്ടല്ലേ? ഓഹോ ഹോ. കൊണ്ടാണ് അത് വേണമെങ്കിൽ അയ്യപ്പന് ഞാൻ എഴുതിയ കുറച്ചു പേർക്ക് അറിയാവുന്ന രണ്ടുപേരും മൂളാം. ഓക്കെ, പ്ലീസ്. മഴച്ചാറുമിടവഴിയിൽ നിഴലാടും കൽപ്പടവിൽ ചെറുവാലൻ കിളിയുടെ തൂവൽ പോൽ ഇളം നാമ്പ് പോൽ കുളിർ കാറ്റു പോലെ ചാരെ വന്നോളെ എൻ്റെ ചാരെ വന്നോളെ. താങ്ക് യു. വളരെയധികം നന്ദി. എന്തായാലും ഇവിടെ ഈ നമ്മുടെ പഴയ മിമിക്രി കലാകാരന്മാരല്ല ഇപ്പോഴും വളരെ സജീവമായി ഈ രംഗത്ത് തുടരുന്നവർ, അവർ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ ജഡ്ജിങ്ങിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അതുകൊണ്ട് മിമിക്രിയെയും മോണോ ആക്ടിനെയും ഒക്കെ അതിനെ ഒരു കലയായി കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പരിമിതികളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് കലാകാരന്മാർക്ക്, പ്രത്യേകിച്ച് ഈ കുട്ടികൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന എല്ലാ സംവിധാനവും സൗകര്യവും ഒരുക്കി കൊടുക്കുക. വളരെയധികം നന്ദി. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് ഇനിയും കൂടുതൽ വേദികൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. താങ്ക് യു സർ.